ഞാൻ പൂർത്തിയാക്കി തരുവാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തരുകയാ. അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു അവസാനത്തിന്റെ മോമിന്റെ ഉദയന്റെ എന്നല്ല വിമാനത്തിന്റെ എന്നല്ല അടിക്കള മുടല് പ്രധാനം വരെയുള്ള സർവമാന വിഷയങ്ങളിലോ 38 കർപ്പൂരം വരെയുള്ള ഒരുപാട് വിഷയങ്ങളിലോ 7 കെട്ട് രാഷ്ട്രം വരെയുള്ള സർവമാന വിഷയങ്ങളിലോ സുന്ദരമാണ് ഒരു ജീവിതം നിർമ്മിച്ചു തന്നിട്ട് നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ട് അവിടെ ഈ ദീന ഞാനിതാ പൊരുത്തപ്പെട്ട് നിങ്ങളെ കയ്യിൽ തരാണ്. ഈ ദീന ഞാനിതാ പൊരുത്തപ്പെട്ട് നിങ്ങളെ കയ്യിൽ തരാണ്. പൊരുത്തപ്പെട്ട് വന്ന അനുഗ്രഹീതമായ ദീന നമ്മുടെ കയ്യിലുള്ളത്. സെന്റ് റീത്താസ് സ്കൂളിൽ തട്ടത്തിന്റെ പ്രശ്നം വരുമ്പോ മുസ്ലിം ഉമ്മമാര് പറയാ കുഴപ്പമില്ല, തട്ടയിടാതെ എന്റെ മക്കളെ വിട്ടോളാം. വലിയ ചോദിച്ചാൽ മതി മനുഷ്യരാശിയിൽ ആരാ തലേ തട്ടയിടണേ. ആ പട്ടി തിരിഞ്ഞ് സ്ഫുടമായ ഭാഷയിൽ പറയുന്നത് ഇസ്ലാമിന്റെ ഉമ്മമാരാ മുസ്ലിമീങ്ങളാണ്. അത്രമാത്രം സ്പഷ്ടമായ കാര്യത്തിനെ കുറിച്ച് ഇന്ന് ഞാൻ പറയാ, അള്ളാന്റെ റസൂൽ നമുക്ക് പൊരുത്തപ്പെട്ട മുത്തനബിയുടെ വഫാത്താണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ആ മുത്തനബി ഞാൻ പൊരുത്തപ്പെട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക ദീനെന്ന് പറഞ്ഞ് നമ്മളെ മുസ്ലിമാക്കി ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹിച്ച നമ്മുടെ ഉമ്മത്ത് മുഹമ്മദിൽ പെട്ടതാണെന്ന് അഭിമാനത്തോടെ പറയണം. ഉമ്മത്ത് മുഹമ്മദിൽ പെട്ട നമ്മളോട് പറയാ, നമ്മുടെ മക്കൾ ചട്ടമില്ലാതെ നടക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളില്ലാതെ നടക്കണകൊണ്ടാണ്, മറ്റുള്ള മതസ്ഥര് പോലും ഇത് ഇസ്ലാമിന്റെ ചിഹ്നമല്ല എന്ന് പറയേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഹൈന്ദവം പറഞ്ഞാൽ, ക്രൈസ്തവം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനെ നിങ്ങൾ പൊളിച്ചവരായി അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുത്തിരി നിസ്സാര കാര്യമില്ല. ആയിക്കോട്ടെ, സ്കൂളിന്റെ ഗേറ്റ് വരെ ഇട്ടാൽ മതി, അകത്തിലുണ്ടാവും. നിങ്ങൾ തീരുമാനിക്കുമ്പോ നിങ്ങൾ അതേ ഉമ്മമാര് എന്ന് ചോദിക്കുന്ന അതേ ഉമ്മമാരെ മുസ്ലിമായി മരിപ്പിക്കണേ. മരിക്കൂല റസൂലിന്റെ ദീനിനെ പൊളിച്ചിട്ട് ഒരാൾ മുസ്ലിമായി മരിക്കൂന്ന് വിലമോദിക്കണ്ട. പരിശുദ്ധനാണ് ദീനിൽ വന്ന സ്വലാത്തിലേക്ക് നിൽക്കുന്നുണ്ട്. അടുത്ത് കാണുന്ന ക്യാപ്റ്റന്റെ ഉപ്പനയുടെ പേരിൽ കൂടുന്ന ബസ്സുകളിൽ പോയിരുന്നു. ഈമാനത് ചോദിക്കുന്നോടെ മരിക്കാമെന്ന് കരുതില്ല. അല്ലാഹു മനസ്സിലാക്കാതിരുന്നിട്ട് ഞാൻ എല്ലാരെയും മനുഷ്യനാ ചേർത്ത് പിടിക്കുന്ന പറഞ്ഞ അഭിമാനത്തോടെ നമ്മൾക്ക് പറഞ്ഞു തന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പരിശുദ്ധരായ ജൂതരെ ചേർത്ത് പിടിച്ച ഹബീബായ റസൂലുള്ളാഹി ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരാളെ മുന്നിലും ബഹുമാനമാണ്. പക്ഷെ നമ്മുടെ മതത്തിന്റെ ചിട്ടകൾ നമ്മൾ പാലിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. സ്ത്രീകൾക്ക് തട്ടമിടൽ നിർബന്ധമാണ്. മുടി പോലും മുടിയിൽ കാണിക്കൽ ഹറാമാണ്. ആ ബോധം വേണം. മുടി ഔറത്താ. മക്കനെ കെട്ടുമ്പോൾ വെളിയിലായി നിസ്കാരം പാടില്ല. അങ്ങനെയുള്ള ആ തട്ടമിട്ട് ആ മകൾ മടക്കുമ്പോൾ എന്താ അവസ്ഥ വരെ അല്ലാഹു ഭാഗ്യട്ടെ. ഒന്ന് പറഞ്ഞ വിഷയത്തിൽ കിടക്കുവാണ്.